ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذا أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون ورفع أبويه عن العرش ബാപ്പയെയും ഉമ്മയെയും സിംഹാസനത്തിൽ പിടിച്ചിരുത്തി വഖറൂ ലഹു സുജദ അപ്പോഴത്തിന് അവർ സുജൂദിൽ യൂസഫിന്റെ മുന്നിൽ സുജൂദിൽ വീണു. സുജ്ജദൻ സുജ്ജദൻ എന്നെ ഖുർആൻ പറഞ്ഞത്. ഇനി ഒരാൾക്കും ഇതിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. അതങ്ങനെയല്ല, അതിങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഖുർആൻ പറഞ്ഞത് സുജ്ജദൻ. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അങ്ങനെ പറ്റോ ഇങ്ങനെ, അതൊക്കെ നീ നിന്റെ പള്ളി പറ. ഇവിടെ പറഞ്ഞത് എന്താ? സുജ്ജദൻ. പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെന്ത് സുജ്ജദൻ. അങ്ങനെ പറ്റുമോ? അന്നത്തെ ശരീഅത്തിൽ പറ്റും. മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ആ ശരീഅത്തിൽ പറ പറ്റും. ഈ ശരീഅത്തിൽ പറ്റൂല. യൂസഫിന്റെ കുപ്പായത്തിന്റെ ബട്ടൺസ് വരെ സ്വർണം. സദാസമയം സ്വർണത്തിന്റെ തലപ്പാവ്, കിരീടം, അലാ താജ് മിൻ ദഹബിൻ അലാ സരീരിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു മാസ്മര, ഒരു സിംഹാസനം സ്വർണത്തിൻ്റെത്. അതിന്റെ മുകളിലായിരിക്കുക ആര്? യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കോട്ടാകട്ടെ, ആ കുപ്പായക്കോട്ടിന്റെ ബട്ടൺസ് മുഴുവൻ സ്വർണം, മുകളിൽ സ്വർണത്തിന്റെ കിരീടം, സ്വർണ സിംഹാസനം, അതിലിരിക്കുന്ന വലിയ ആളാണ് സയ്യിദ്നാ യൂസുഫ്. അപ്പൊ നമ്മൾ ശരിയാത്തല്ല. ഏതായാലും ഖുർആൻ പറഞ്ഞല്ലോ വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദാ. വറഫഅ അബവൈഹി അലൽ അർശി, ഒരു സിംഹാസനത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി. വഖറൂ ലഹു സുജ്ജദാ, ബാപ്പയും ഉമ്മയും ബാക്കിയുള്ള ചേട്ടന്മാരും എന്ത് ചെയ്തു? വീണു. വഖറൂ ലഹു സുജ്ജദാ, അവർ ഒരുപാട് നേരം സുജൂദിൽ വീണ് കിടന്നു. സജദ എന്ന് പറയുന്നതും ഖറ സാജിദൻ എന്ന് പറയുന്നതും രണ്ടർത്ഥത്തിലാണ്. സജദ സുജൂദ് ചെയ്തു, ഖറ സാജിദൻ സുജൂദിൽ വീണു. നിങ്ങളിന്റെ കൂടെ അല്ല. സജദ എന്ന് പറയുന്ന അർത്ഥമല്ല ഖറ സാജിദൻ എന്ന് പറയുമ്പോൾ. സജദ സുജൂദിൽ കിടന്നു, ഒന്ന് സുജൂദ് പോയി, അത്രയേ ഉള്ളൂ. ഖറ സാജിദൻ സുജൂദിൽ വീണു. അപ്പൊ കുറച്ച് നേരം അവിടെ കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ യൂസുഫ് എന്താ പറയുന്നത്? അലൈഹിസ്സലാം. അപ്പൊ യൂസുഫ് പറയുന്ന വർത്തമാനം കേട്ടോളൂ. യൂസുഫ് ബാപ്പാ നിങ്ങളിന്റെ മുന്നിൽ സുജൂദ് കടക്കല്ലി ബാപ്പാ എന്നല്ല യൂസുഫ് പറയുന്നത്. യൂസുഫ് പറയുന്നത് വഖാല, യൂസുഫ് പറഞ്ഞു യാ അബത്തി, ഉപ്പ ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു, ഇതാണ് എന്റെ പഴയ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ആ സ്വപ്നം അല്ലാഹു യാഥാർത്ഥ്യമായി പുലർത്തി. സൂര്യനും ചന്ദ്രനും 10 നക്ഷത്രങ്ങളും 11 നക്ഷത്രങ്ങളും എൻ്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എൻ്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നത് കുഞ്ഞുകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപ്പ എന്താ ഉപ്പ നിങ്ങൾ ഈ കാണിക്കുന്നതെന്നല്ല. ഉപ്പ അടകിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതാ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ സ്വപ്നം, അവിടെയും യൂസുഫ് പറയുന്ന സ്വപ്നമാണ് അലൈഹിസ്സലാം. അപ്പൊ സ്വപ്നം എന്നത് ഭയങ്കര വിവരമാണ്. ആഖിർ സമാനിൽ എന്ത് വേണം? സ്വപ്ന വ്യാഖ്യാനങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര പഠനം നടത്തേണ്ടതുണ്ട്. ഞാനിത് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ? ഞാനതിൽ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ട്? കിട്ടാവുന്നിടത്തോളം സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഞാൻ അറബ് ലോകത്തും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹിൻ്റെ സഹായത്താൽ. അതിൽ സ്വയം ഒരു റിസർച്ച് ചെയ്യാണ്. അതേ സമയത്ത് ഒരു ഉസ്താദിനെ കിട്ടാനില്ല.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗൈഡ് വേണം. ഗൈഡില്ലാതെ പഠിച്ചിട്ട് പൂർത്തിയാവില്ല. എന്നാൽ ഗൈഡിനെ കിട്ടാനില്ല. കാരണം ഈ വിഷയത്തിൽ ഒരു തത്വജ്ഞാനി എൻ്റെ അറിവിലില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നാളെ ഒരു മറ്റന്നാളോ കുറഞ്ഞ കാലം കൊണ്ട് ഒരാളെങ്കിലും ഇന്നാലിന്നൊരാളുണ്ട് ഉസ്താദ് നിങ്ങൾ അവിടെ നിന്ന് പോയി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് സോഷ്യൽ മീഡിയയിൽ സത്യത്തിൽ ഇത് പരസ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അപൂർവമായി ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ പോയി നമുക്ക് പഠിക്കാമല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നാൽ സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വരുത്തിയിട്ട് പഠിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രഭാഷണം പണ്ട് കോഴിക്കോട് നടത്തിയിട്ടുണ്ട്. സ്വപ്നങ്ങളെക്കുറിച്ചൊരു വ്യാഖ്യാനം പ്രഭാഷണം. പക്ഷെ അതേ സമയത്ത് അതൊരു ആഴക്കടൽ പോലത്തെ ഒരു വിവരമാണ് സ്വപ്നം. അത് പഠിച്ചിരിക്കണം. സ്വപ്നന്റെ വഹീന്റെ ഒരു ഭാഗമാണ് സ്വപ്നം. മുത്ത് മുഹമ്മദ് മുസ്തഫ ഞാൻ പോകുന്നു, ഇനി വഹി വരാനില്ല, ഇനി സ്വപ്നമേ വരാനുള്ളൂ മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വപ്നം ബുഖാരിയിലെ ഒരു ഏരിയ തന്നെ സ്വപ്നമാണ്, സ്വപ്ന വ്യാഖ്യാനം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ഈ വിവരമുള്ളവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. പഴയ കാലത്ത് എമ്പാടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. നമ്മൾ കാഴ്ചയിലില്ല, അതിന് പഠിപ്പിക്കലും ഇല്ല. സ്വപ്നം ഭയങ്കര വിഷയമാണ്. എന്താ പറ്റിയത്? കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഒക്കെ വലിച്ചെറിഞ്ഞ് പോകും. അതങ്ങനെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ നമ്മൾ ഒരു കാലത്ത് കാലികളെ കൊണ്ട് നിലം ഉഴുതിയിരുന്നു, എന്നിട്ട് നമ്മൾ നെല്ലുണ്ടാക്കിയിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? മനസ്സിലായല്ലോ. ഇന്നിപ്പോ പുതിയ കുട്ടികളെ കയ്യിൽ 2 പോത്തിനെ കൊടുത്താൽ അവരെന്താക്കും? അവർക്ക് പോത്തിനെ കുറിച്ച് ആകെ അറിയാം. ഉഷാറിലാണ് ഇവര് മറുപടി പറഞ്ഞത്. കറക്റ്റാണ് പറഞ്ഞത്. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് എന്തേ അറിയൂ? പറ മനുഷ്യ, ആർക്ക, എന്നിട്ട് ബീഫ് പരമാവധി അടിച്ചു കയറ്റുക അല്ലേ? സത്യല്ലേ? പറ. ചിന്തിക്ക്. അപ്പൊ നോക്ക്, നിങ്ങൾ അറിവ് നഷ്ടപ്പെട്ടു പോവാണ്. അറിവ് പോയി. ഇപ്പൊ പുതിയ തലമുറയിൽ അത് ഉണ്ടാക്കി എന്ത് ചെയ്യും? അതൊക്കെ സാരല്ല, അതൊക്കെ ഒപ്പുണ്ടാക്ക. ഇതെന്ത് ചെയ്യും? ഒരാൾ മരുഭൂമിയിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു, അതിനൊരു വ്യാഖ്യാനാണ്. ഒരാൾ 2 ആൾ നിൽക്കുന്നത് കണ്ടു, അതിന് വേറൊരു വ്യാഖ്യാനാണ്. ഒരാൾ കൈ കെട്ടിയും ഒരാൾ കൈ പൊക്കിയും നിൽക്കുന്നുണ്ടോ, അതിന് വേറൊരു വ്യാഖ്യാനാണ്. ഒരാൾ നിൽക്കുകയും ഒരാൾ കിടക്കുകയും ചെയ്യുന്നുണ്ടോ, അതിന് വേറൊരു വ്യാഖ്യാനാണ്. ഒരു സംഘാളുകൾ നടന്നു പോകുന്നത് കണ്ടു, വേറൊരു വ്യാഖ്യാനാണ്. ഒരു സംഘാളുകൾ ഇരിക്കുന്നത് കണ്ടു, അതിന് വേറെ വ്യാഖ്യാനാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് സത്യമാണ്. എന്തുകൊണ്ട്? ഖുർആനിൽ അള്ളാഹു ഒരു റസൂലിനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടി? സ്വപ്ന വ്യാഖ്യാനത്തിന്. അതിനുവേണ്ടി ഒരു അധ്യായം ഖുർആനിൽ സ്വപ്ന വ്യാഖ്യാനം ചെയ്ത പ്രവാചകനെ പറ്റി, സയ്യിദുനാ യൂസുഫ്. അവസാനം യൂസുഫിന്റെ സ്റ്റേറ്റ്മെന്റ് അലൈഹിസ്സലാം, ഇതെന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ്. പാപ്പ ചിന്തിച്ചോക്ക്. എന്താ സംഭവിച്ചത്? എന്താ നഷ്ടപ്പെട്ടു? പണ്ട് പരക്കാ വിവരമുണ്ടായിരുന്നു. പണ്ട് പള്ളികൾ കയറി ചെന്ന് ആരോട് ചോദിച്ചാലോ വിവരം കിട്ടും. അങ്ങനെ ഇന്നലെ സ്വപ്നം കണ്ടു സ്ഥലം എന്ത് അറിയാം. ഇന്നോ വിവരമില്ല. എന്നാലോ മനുഷ്യന്മാർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. സ്വപ്നം കാണാതിരിക്കാൻ കഴിയോ? നമുക്ക് ആ വിവരമില്ലെങ്കിൽ സ്വപ്നം കാണാതിരിക്കാൻ കഴിയോ? ലം യബ്ഖ മിനസ് സമാഇ ഇല്ലൽ മുബശ്ശിറാത്തു വറുയ സ്വാലിഹ. ഔലിയാക്കൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ ഇനി ഒന്നും വരാനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പോവാ. അവസാനം ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും അലി ബിൻ അബി ത്വാലിബിന്റെയും തോളിൽ തൂങ്ങിയിട്ട് കാൽ മെല്ലെ വലിച്ച് പള്ളിയിലേക്ക് നടന്നു വന്നു മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെയും ആയിഷ ബിബിയുടെ വീട്ടിന്റെയും ഇടയിൽ ഒരു സിത്താർ ഉണ്ടായിരുന്നു, ഒരു കർട്ടൻ. ആ കർട്ടൻ ഇങ്ങനെ നീക്കി 3 ആൾ പള്ളിയിൽ പ്രവേശിച്ചു. ഒരു ഭാഗത്ത് സയ്യിദുനാ അലി, ഒരു ഭാഗത്ത് ഫദ്ൽ ഇബ്നു അബ്ബാസ്, നടുവിൽ മുഹമ്മദ് മുസ്തഫ. 2 ആളും തോളിൽ തൂങ്ങി കാലിങ്ങനെ മുസ്തഫ. അവിടുത്തെ കാലിങ്ങനെ മെല്ലെ വലിച്ച് വല്ലാതെ നടക്കാൻ പോലും വയ്യ റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് കയറി വന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറഞ്ഞതെന്താണ്? ഇനി ആകാശത്ത് നിന്ന് വഹി വരാനില്ല, വഹയിന്റെ കാലം കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ ലഭിച്ച വിജ്ഞാനം കൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം. പിന്നെയോ ഔലിയാക്കന്മാർക്ക് ചില ഇൽഹാമിന്റെ സന്ദേശങ്ങളും ലഭിക്കാം. മുഅ്മിനീങ്ങൾ സ്വപ്നവും കാണാം. അതേ ഇനി വരാനുള്ളൂ. ബാക്കിയൊക്കെ ഖുർആനിൽ നിന്ന് നിങ്ങൾ ഗവേഷണം ചെയ്യണം എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആകാശത്ത് നിന്ന് വരാനുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? സ്വപ്നം. മനസ്സിലാണില്ലേ പറഞ്ഞത്? വഹി ഇനി വരൂല. എന്ത് വരും? സ്വപ്നം. പക്ഷെ അതേക്കുറിച്ചുള്ള വിവരം ലോകത്തില്ല.
അപൂർവം 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 അപൂർവം. അത് ഊതിക്കെത്തിച്ചിട്ടില്ലെങ്കിലോ ആ വിജ്ഞാനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കായ ആളുകൾ ഇത് ഇനി മുതൽ കേളാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പണ്ഡിത വിദ്യാർത്ഥികൾ ആ ഏരിയയിലേക്ക് തിരിയണമെന്ന് ഞാൻ പറയാൻ കാരണം. എന്തുകൊണ്ട്? ജനങ്ങൾ അവസാന കാലമാകുമ്പോൾ സ്വപ്നം കാണുന്നത് കൂടും. അവർക്ക് പല മെസ്സേജുകളും ലഭിക്കും. പക്ഷെ ആ മെസ്സേജിനെ കുറിച്ചുള്ള അത് ആരെ കയ്യിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും? പൈശാചിക മെസ്സേജ് ഉണ്ടാവും. ചില മെസ്സേജ് പൈശാചികമാണെങ്കിലും ഇലാഹിയായ മെസ്സേജ് ഉണ്ടാവും. ചക്രവർത്തിയാണെങ്കിലും സ്വപ്നം കണ്ടു 7 കതിർക്കുലകൾ, 7 മെലിഞ്ഞൊട്ടിയ പശുക്കൾ, എന്നിട്ട് പശുക്കൾ കതിർക്കുലകളെ കഴിക്കുന്നു. ഇത് സ്വപ്നം കണ്ടു. അപ്പോൾ യൂസുഫിനോട് ചോദിച്ചു. അപ്പോൾ യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം 7 വർഷം നല്ല ക്ഷേമമുണ്ടാവും, എല്ലാ മരുഭൂമിയിലും വരെ നെല്ലും ഗോതമ്പും വിളയും, പിന്നെ 7 വർഷം ക്ഷാമമായിരിക്കും, ഒരു തുള്ളി മഴ പെയ്യൂല. അതുകൊണ്ട് ഈ 7 വർഷത്തെ നിങ്ങൾ ഗോഡൗണിൽ സൂക്ഷിച്ച് അടുത്ത 7 വർഷം റേഷൻ വിതരണം ചെയ്യണമെന്ന് സയ്യിദുനാ യൂസുഫ്. അതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ എക്കണോമിക്കൽ സിസ്റ്റം 14-15 വർഷത്തേക്കുള്ള എക്കണോമിക്കൽ സിസ്റ്റമാണ് എന്ത്? ഒരു സ്വപ്നം. നിങ്ങളിൻ്റെ കൂടെ വരി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു രാജ്യം, ഈജിപ്ത് പോലെയുള്ള രാജ്യം, ലോകത്തെ സിവിലൈസേഷന്റെ ബേസ്മെന്റ് ആണല്ലോ ഈജിപ്ത്. മനസ്സിലായില്ലേ? ലോകത്തെ എല്ലാവിധ നാഗരികതയുടെയും അടിത്തറയല്ലേ എന്ത്? ഈജിപ്ത്. അങ്ങനെ ഈജിപ്തിലെ ചക്രവർത്തി സ്വപ്നം കണ്ടിരിക്കുക എന്ത്? 7 കതിർക്കുലകൾ, 7 മെലിഞ്ഞൊട്ടിയ പശുക്കൾ. പിന്നെ ഈ പശുക്കൾ വന്നിട്ട് കതിർക്കുലകൾ കഴിക്കുന്നു. അത് ചോദിച്ച് അപ്പൊ എന്താ പറഞ്ഞത്? 7 വർഷം നല്ല ക്ഷേമമുണ്ടാവും, എവിടെയും മരുഭൂമിയിൽ പോലും വിളവുണ്ടാവും. അത് നിങ്ങൾ ഒറ്റയടിക്ക് തിന്ന് തീർക്കരുത്, ഗോഡൗണിൽ സൂക്ഷിക്കണം. പിന്നെ വന്ന 7 മെലിഞ്ഞ പശുക്കൾ എന്താ? 7 മെലിഞ്ഞ പശുക്കൾ 7 വർഷങ്ങളാണ്. ഈ 7 ശേഷം 7 വർഷം ആ 7 പശുക്കൾ വന്ന് ഇങ്ങനെ മെല്ലെ ഓരോ പശു ഓരോ കതിർക്കുല അങ്ങനെ തിന്ന്. മനസ്സിലായോ? അപ്പൊ എന്തുണ്ടായി? ഓരോ പശുവിനും ഓരോ കതിർക്കുല അങ്ങോട്ട് തിന്ന് 7 കതിർക്കുലയും തീർന്നു. അപ്പോൾ 7 വർഷത്തെ ക്ഷേമം കൊണ്ട് ഗോഡൗണിലിട്ട ഭക്ഷണത്തെ 7 വർഷത്തെ ക്ഷാമ കാലഘട്ടത്തിൽ കൃത്യമായി ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ക്ഷാമത്തെ മറികടക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ യൂസുഫ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേ, കോടിക്കണക്കായ മനുഷ്യവർഗം, കോടിക്കണക്കായ മനുഷ്യര് ഒരു മഹാ ഉപഭൂഖണ്ഡത്തില് 14-15 വർഷം നടപ്പിലാക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ വന്നത് എന്തായിട്ട്? സ്വപ്നം. നിങ്ങൾ ഇതിന്റെ കൂടെ വരി. മനസ്സിലാവണില്ലേ? അപ്പൊ എല്ലാം വെറുതെ ആണോ? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരും. അപ്പോൾ ആ വിജ്ഞാനം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇന്ന് ആ വിജ്ഞാനം നഷ്ടപ്പെട്ടതുപോലെയാണ്. സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവർ ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ മലയാളികൾ അതുപോയി പഠിക്കണമെന്നാണ് വിനീതമായ പണ്ഡിത വിദ്യാർത്ഥികളോടുള്ള എന്റെ ഒരു അപേക്ഷ. അവർ ഈജിപ്തിലുണ്ടെങ്കിൽ ഈജിപ്തിൽ പോയി പഠിച്ചോളൂ, മൊറോക്കോയിലുണ്ടെങ്കിൽ അവര്, തുണീഷ്യയിലുണ്ടെങ്കിൽ അവരെ പോയി പഠിച്ചോളൂ, നഷ്ടം വരില്ല. എന്തുകൊണ്ട് ആ ശാസ്ത്രശാഖ നഷ്ടപ്പെടാൻ പാടില്ല? പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകിയ ഒരു ശാസ്ത്രശാഖയാണത്. ഇത് ഇലാഹിയായ മെസ്സേജാണ്. അവസാനിപ്പിക്കണം. കാലപ്പഴക്കത്തിനനുസരിച്ച് മനുഷ്യർക്ക് ഇങ്ങനെ വലിയ വലിയ വിജ്ഞാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പിന്നെന്തുണ്ടാകും? വിവരമില്ലാത്തവരെ പിടിച്ച് പടത്തിലിരുത്തും. അവര് പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യും. മുഹമ്മദ് മുസ്തഫ വിവരമില്ലാത്തവരെ പിടിച്ച് പടത്തിലിരുത്തും, അവര് പിഴക്കുകയും ചെയ്യും പിഴപ്പിക്കുകയും ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ. പിഴക്കുകയും ചെയ്യും പിഴപ്പിക്കുകയും ചെയ്യും. വിവരം പഠിക്കണ്ട, വിവരം വേണം, വിവരം വേണം. ഇല്ലാത്ത അനവസരത്തിലാണ്. അങ്ങനെയാ ചിന്തിക്ക്. അനവസരത്തിൽ 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 മനസ്സിലാവും ഓരോന്നും. വിവരം വേണം, വിവരം വേണം. പണ്ടൊരു രാജാവ് ഒരു വാത് വെച്ചു. രാജാവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ഒരു സ്വർണ്ണക്കിണ്ടി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. കുളത്തിൽ മുങ്ങിയിട്ട് സ്വർണ്ണക്കിണ്ടി എടുക്കാൻ ആരെങ്കിലും കഴിഞ്ഞാൽ ഞാൻ അവന് ആയുസ് നിറയെ ചെലവഴിക്കാനുള്ള സമ്പത്ത് കൊടുക്കാം. അവൻ്റെ കുടുംബത്തിന് തൊഴിലിന് വേണ്ട. എൻ്റെ കുളത്തിൻ്റെ മുന്നിൽ, എൻ്റെ രാജകൊട്ടാരത്തിൻ്റെ കുളത്തിന് മുന്നിലുള്ള രാജകീയ കുളത്തിൽ ഒരു സ്വർണ്ണക്കിണ്ടി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. എനിക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ആ സ്വർണ്ണക്കിണ്ടി എടുത്തു കൊടുത്താൽ ഞാൻ അവന് ആയുസ് മുഴുവനും കഴിയാനുള്ള സമ്പത്ത് കൊടുക്കാമെന്ന് വലിയ വായിൽ
വിളംബരം ചെയ്തു രാജാവ്. പലരും വന്നു, വലിയ വലിയ മുങ്ങൽക്കാർ, വലിയ വലിയ കയങ്ങളിൽ മുങ്ങുന്നവർ, വലിയ വലിയ തടിമാടന്മാർ, വലിയ വലിയ ഇവിടെയൊക്കെ വലിയ വലിയ പവർ മാൾട്ടൊക്കെ കുടിച്ചിട്ട് ഇവിടെ വലിയ ഇതൊക്കെ മസിലൊക്കെ പൊങ്ങിയ ആളുകൾ വന്നിട്ട് ഒറ്റ ചാട്ടം ചാടി അങ്ങനെ മൂക്കിൽ ചെറും കൊണ്ട് കയറിപ്പോയി. ഓർക്കൊന്നും കിട്ടിയില്ല. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒറ്റ ചാട്ടം ചാടി വലിയ വലിയ ഖേമന്മാർ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഒറ്റ ചാട്ടം ചാടി അവൻ ചാടുന്നതോടുകൂടെ പിന്നെ കിണ്ടിയാണ്. കരയിൽ നിൽക്കുമ്പോൾ എല്ലാവരും തെളിഞ്ഞ വെള്ളത്തിൽ സ്വർണ്ണക്കിണ്ടി, ഇങ്ങനെ സ്വർണ്ണക്കിണ്ടി, തെളിഞ്ഞ വെള്ളത്തിൽ സ്വർണ്ണക്കിണ്ടി ഇങ്ങനെ കാണാം. പലരും വന്ന് കാരണം ഈ സ്വർണ്ണക്കിണ്ടി എടുത്തു കൊടുത്താൽ വലിയ സമ്പത്ത്, ആയുസ് കഴിഞ്ഞുകൂടാൻ മുഴുവനുള്ള സമ്പത്ത് കിട്ടും. വലിയ വലിയ മുങ്ങക്കാര് വന്നേ, മുങ്ങി 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 മൂക്കിൽ ചേറി തിരിച്ചു പോയി. ഒരാൾക്കും രാജകീയ കുളത്തിൽ നിന്ന് സ്വർണ്ണക്കിണ്ടി കിട്ടിയില്ല. അപ്പോൾ ഒരു എലുമ്പൻ വന്നു. ഒരു എലുമ്പൻ, മനസ്സിലായില്ല? ഒരെൽബൻ. അവൻ പവർ മാൾട്ടും കുടിച്ചിട്ടില്ല, അവൻ ചവറം പ്രാഷം കുടിച്ചിട്ടില്ല. അവൻ ഇങ്ങനെ വന്നിട്ട് രാജകീയ കുളത്തിനൊരു 3-4 ചാലിങ്ങനെ നടന്നു. വെള്ളത്തിലിറങ്ങാനുള്ള വസ്ത്രവും അവൻ അണിഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവന് മുങ്ങാനുള്ള വസ്ത്രം കൊണ്ടല്ല വന്നത്. ഇതുവരെ വന്നവരൊക്കെ മുങ്ങൽ വസ്ത്രം കൊണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ വസ്ത്രം കൊണ്ട് ചാടുക ചെയ്തത്. ഇവൻ അങ്ങനെയൊന്നല്ല. ഇവൻ മുങ്ങൽ വസ്ത്രം കൊണ്ടൊന്നല്ല വന്നത്, സാധാരണ കമീസും ഇട്ട് വന്നിട്ട് ഇയാൾ ഇങ്ങനെ കുളത്തിന്റെ കരയിലൂടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു മരത്തിലേക്ക് അങ്ങോട്ട് കയറി അവൻ. എന്നിട്ട് കിണ്ടി അയച്ചു പോകുന്നു. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല? അതിനാണ് ബുദ്ധി എന്ന് പറയുക. അങ്ങനത്തെ ഒരു നാട്ടിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വല്ലോ എല്ലാവരും മൂക്കിൽ ചെറാക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? സത്യത്തിൽ എന്താ രാജാവ് ചെയ്തത് എന്നാൽ കിണ്ടി വെള്ളത്തിലല്ല. നിങ്ങൾ എൻ്റെ കൂടെ എന്താ സംഭവം? ഇത് നിറയെ മരങ്ങളുള്ള ഒരു നിബിഡമായ മരങ്ങളുണ്ട് കുളത്തിന്റെ ചുറ്റും. അതിൽ ഒരു മരത്തിന്റെ ഇലകൾക്കുള്ളിൽ കിണ്ടി ഒളിപ്പിച്ച് കെട്ടി തൂക്കിയതാണ്. വെള്ളം തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മരങ്ങളുടെ ഇലകളുടെ വിടവിലൂടെ കിണ്ടി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. വെള്ളത്തിൽ ഒരാൾ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ തണല് പോവൽ നിഴല് പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ ചേറ്റിൽ ഇറങ്ങിയിട്ട് കാര്യമല്ല. ബുദ്ധിമാൻ വെള്ളത്തിലോട്ട് ഇറങ്ങൂല്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? മറ്റവരൊക്കെ വെള്ളം കുടിച്ച് തിരിച്ചുപോയി. അത് തന്നെ അപൂർവമായിട്ടേ ഒരാൾ മരത്തിൽ കയറുന്നവനുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മൂക്കിൽ ചേറ് കയറ്റി നടക്കും. നിങ്ങളിന്റെ കൂടെ അല്ലേ? അത് തന്നെ. അങ്ങനെ ഇടക്കിടക്ക് ഒരു ശംസുലുലമ വരും, മരത്തിൽ കയറുന്ന ആള്. ബാക്കിയുള്ളവരൊക്കെ മുങ്ങും താഴ്ത്ത് കറങ്ങിയിട്ട്, ബാക്കിയുള്ളവരൊക്കെ ചേറിലിറങ്ങി മുങ്ങും. അപൂർവം ഒരു ശംസുലുലമ വരും. അപ്പോൾ അതിന് മുമ്പിലും അതിന് പിമ്പിലും ശരിക്കും അർത്ഥൻ ഭരം സുഖുസഹം എന്നാണ് ഉള്ളൂർ പറഞ്ഞത്. ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യൂ, അതിന് മുമ്പിലും അതിനു പിമ്പിലും ചിരിക്കും അർത്ഥൻ ഭരം സുഖുസഹം എന്നാണ്. ഒരു നൂറ്റാണ്ടിൽ ഒരിക്കലേ അവതാരം ഉണ്ടാവൂന്ന. ഞാൻ ആ അവതാരം എന്ന ആ ഒരു സ്പേസിൽ അവതാരം എന്ന വാക്ക് മാറ്റിയിട്ട് ഇങ്ങനത്തെ യുഗപുരുഷന്മാർ, അവർക്ക് താത്വികമായ വിജ്ഞാനം ഉണ്ടാവും, അവർക്ക് ആഴമുള്ള വിവരം ഉണ്ടാവും. അവരൊരൊറ്റ വർത്തമാനം പറഞ്ഞാൽ മതിയും, പിന്നെ അതിൽ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ചിന്തിക്കാൻ അവസാനിപ്പിക്കാം. അപ്പൊ എന്നാ നമ്മുടെ വിജ്ഞാനത്തെ തളം കെട്ടി നിൽക്കുക. ഒരു ദിവസം ഇവിടെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ആൺകുട്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു നൂറ്റാണ്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടായാലും മതി, അത്ര തന്നെ മതി. എന്നാലും സമൂഹം ജയിക്കും. കേരളത്തിൽ ഒരുപാട് പള്ളി ദർസുകൾ ഉണ്ടായി, എല്ലായിടത്തും ഉണ്ടായി. നാദാപുരത്തെ പള്ളി ദർസിൽ കുറച്ചു കാലം പോതിയിരുന്നു ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ. അതങ്ങനെയാണ്. അതിങ്ങനെ ഒരുപാട് കുളങ്ങൾ തളം കെട്ടി വെക്കുമ്പോൾ അതിനിടയിലായിരിക്കും ഒരിക്കൽ ഒരാളുണ്ടാവുക. അയാൾ മതിയാവും ചെയ്യും, അയാൾ മതിയാവും. ഒരു ആൺകുട്ടി വന്നാലും മതിയാവും, ഒരാൺകുട്ടിയെ കിട്ടിയാൽ മതിയാവും. പക്ഷേ എല്ലായിടത്തും നമ്മൾ തളം കിട്ടിയാലേ ഒന്നെങ്കിലും ഉപകരിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് മതി. ഒരു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് മതി. ഇനി ആ മനുഷ്യന്റെ ഓർമ്മയുടെ തണലിൽ 50 കൊല്ലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതൊരാൺകുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. എല്ലാ നിലക്കും ഷറഫൻ വദാതൻ വജിസ്മൻ, എല്ലാ നിലയിലും ഒരു നിറഞ്ഞാളായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. അദ്ദേഹത്തെ കണ്ടാൽ ആരും എണീറ്റ് നിൽക്കുമായിരുന്നു. ആരും അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ മോത്തിലാലിന്റെ മരുമകൾ സോണി എണീറ്റ് നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് എണീറ്റിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരാളാണ്.
വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം, നിറഞ്ഞ ശരീരം, നിറഞ്ഞ വിജ്ഞാനം. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഫിസിക്കലായും സ്പിരിച്വലായുമുള്ള നിറവ്. ചിലർക്ക് സ്പിരിച്വലായി നിറവുണ്ടാവും, ഫിസിക്കലായി നിറവുണ്ടാവില്ല. ചിലർക്ക് ഫിസിക്കലായി നല്ല നിറവുണ്ടാവും, വിവരമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? ഒരാൾ അപൂർവം ചില ആളുകൾ ഉണ്ടാവും, അവർക്ക് ഫിസിക്കലായും സ്പിരിച്വലായും നിറവുണ്ടാവും. അത് അപൂർവമായിരിക്കും ഒരാൾ. അങ്ങനത്തെ ഒരൊറ്റ ആളുണ്ടായാൽ മതി, ഒരു നൂറ്റാണ്ടിനത് മതിയാവും. അള്ളാഹു ഇനി നമുക്ക് അങ്ങനത്തെ കുട്ടികൾ തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒരു ഭൂമിയിൽ ഒരു അത്ഭുതം കാണിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം നിങ്ങൾക്ക് തരാം എന്ന് കാലം എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുക. മുഹമ്മദ് അലി ശിഹാബിനെ തിരിച്ചു കൊണ്ടുവരില്ല. നടക്കാത്ത കാര്യമാണ്. എന്നാലും അങ്ങനെ ഉണ്ടാവില്ല. കുതിക്കാലോ. ലോകത്ത് കഴിഞ്ഞു പോയ മഹാത്ഭുതങ്ങളിൽ ഒരു കാലത്തെ നഷ്ടപ്പെട്ടു പോയ ഒരു മഹാത്ഭുതത്തിൽ ഒന്ന് ഈ തിരിച്ചു കൊണ്ടുവരാൻ, നിങ്ങൾക്ക് മലയാളക്കരയിൽ ഒരു സുഹൃതം തിരിച്ചു കൊണ്ടുവരാൻ കാലം ഒരിക്കൽ നിങ്ങൾക്ക് അനുവാദം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, ഞാൻ മുഹമ്മദ് അലി ശിഹാബിനെ തിരിച്ചു കൊണ്ടുവരും എന്നാണ്. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരാൾ മതിയായിരുന്നു. അങ്ങനത്തെ ഒരാളുടെ മുന്നിൽ ഒരാൾക്ക് വിരലെണ്ണാക്കാൻ കഴിയൂല. മനസ്സിലായോ നിങ്ങൾക്ക്? കഴിയൂല. എല്ലാവരും അംഗീകരിക്കും, എല്ലാവരും അംഗീകരിക്കും. അതൊക്കെ ഒരാളെ ഉണ്ടാവും ഒരു നൂറ്റാണ്ടിലൊക്കെ. അള്ളാഹു ഇനി നമുക്ക് അങ്ങനെ ആളെ തരട്ടെ. പക്ഷേ നമുക്ക് ജയിക്കാം. കാനാഞ്ചേരി പള്ളി ദർസിൽ ഒരുപാട് പള്ളി ദർസുകളെ കൂട്ടത്തിൽ കാനാഞ്ചേരി പള്ളി ദർസിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നെ അസറിലേക്ക് പോയി. അപ്പോൾ ഒരാൺകുട്ടിയെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയുണ്ടാവും. നിങ്ങൾ പണിയെടുക്കി, ഒരാൺകുട്ടി ഇവിടെയും വിളയും. എവിടെയെങ്കിലും കാലത്തിന് ഉപ്പുകാരുടെ ഒരു ആൺകുട്ടിയെ കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കിട്ടും കിട്ടും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കിട്ടും കിട്ടും കിട്ടും. അവരെയൊക്കെ സൃഷ്ടിച്ച റബ്ബ് നമ്മളെ വെറുതെ ആക്കൂലല്ലോ. അള്ളാഹു നമുക്ക് തരട്ടെ. പക്ഷെ നമുക്ക് എന്താ പണി? നമ്മളിത് ധ്വാനിക്കണം, നമ്മൾ ചെയ്യണം. ഈ ഒരു പ്രഭാഷണമാണ് ഇത്. ഇത് എന്നിൽ നിന്നും കടന്ന് നിങ്ങളിലേക്ക് ആണ്ടുകൾ ഈ ശബ്ദം പ്രകമ്പനം കൊള്ളണം എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. എന്തിന്? പുറകോട്ട് പോകരുത്, പണിയെടുത്ത് തന്നെ പോകണം. ആ കുട്ടി ശരിയല്ല, ഈ ദർസ് ശരിയല്ല, അവിടെ ശരിയല്ല, ഇവിടെ മുസ്ലിം അങ്ങനെ ചെയ്തു, ഇവിടെ മുസ്ലിം ഇങ്ങനെ ചെയ്തു. അതൊന്നും നമ്മൾ പറയരുത്. ഏത് നന്മയിലും തിന്മയും ഉണ്ടാവും, ഏത് വിളയിലും കളയുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ? ഏത് വിളയിലും കളയുണ്ടാവും. ഏത് വിളയിലാണ് കളയില്ലാത്തത്? വിളയുണ്ടെങ്കിൽ കളയുണ്ടാകും. ഒറിജിനൽ നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ടാവും. കള്ളനോട്ട് പിൻവലിക്കാൻ ഒറ്റ പണിയേ ഉള്ളൂ, നല്ല നോട്ടില്ലാതെ ആക്കാൻ. അല്ലേ? നല്ല നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ടാവും. ഇപ്പൊ ചിലർ പറയാ, അവിടെ കേട്ടില്ലേ, ആ മുസ്ലിം അങ്ങനെ ചെയ്തു, ഈ മുസ്ലിം ഇങ്ങനെ ചെയ്തു. കാലം അങ്ങനെയല്ലേ? എന്നാലും 1000 ആൾ അബദ്ധം ചെയ്താലും ഒരാൺകുട്ടി ബാക്കിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി ലാ യഖാഫൂന ലൗമത ലായിം. ഒരാളെയും പേടിക്കാത്ത ഒരാൺകുട്ടി ഉണ്ടാവും. എന്താ ഉണ്ടാവൂലേ? ഉണ്ടാകും. ആ മുസ്ലിം അങ്ങനെ ചെയ്തില്ല, സോഷ്യൽ മീഡിയയിൽ മറ്റേ മുസ്ലിം ഇങ്ങനെ ചെയ്തില്ല, അതൊന്നും പറഞ്ഞു നടക്കണ്ട നീ. അതൊക്കെ മനുഷ്യനുള്ള കാലത്തോളം അബദ്ധങ്ങളുണ്ടാവും. പക്ഷെ ഒരു ആൺകുട്ടി ഉണ്ടാവും. ആ കുട്ടി അള്ളാനെ പേടിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടായാൽ നമ്മൾ മുതലായില്ലേ? അവിടെ ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ദർസിലുള്ള ചെലവ് കൊടുക്കുന്ന പണി നിർത്തി. കിട്ടിയായ മനുഷ്യ, മനസ്സിലായില്ല? ഒരാൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക, സോഷ്യൽ മീഡിയയിൽ ഒരു അബദ്ധം പറഞ്ഞു കേൾക്കുന്നുണ്ട്, മുസ്ലിംമാരെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ ആളുകൾ കൂടിയിട്ട് ഇനി പുരകളിൽ നിന്ന് മുസ്ലിംമാർക്ക് ചെലവ് കൊടുക്കില്ല തീരുമാനിച്ചു. അതൊക്കെ എന്ത് വർത്തമാനാണ്? മനുഷ്യരാശിയുള്ള കാലത്തുള്ള അബദ്ധങ്ങൾ ഉണ്ടാവില്ലേ? ഇത് നമ്മൾ നിർത്തിയാൽ പിന്നെ ഇവിടെ നമ്മൾ പൂട്ടിപ്പോകാൻ മരിച്ചുകൊണ്ടിരില്ലേ? മനുഷ്യരാശിയിൽ ഉണ്ടാവുന്ന കാലത്തോളം പണ്ഡിതന്മാരുണ്ടാക്കുന്ന പണി നിർത്തിയാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അടുത്ത തലമുറ എന്താ ചെയ്യാ? കള്ളന്മാരെന്തിലുണ്ടാവാത്ത മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്തിനാ കള്ളർ എന്തിലുണ്ടാവാത്തത്? അല്ല, എന്തിലുണ്ടാവില്ലേ കള്ളന്മാര്? എന്തിലുണ്ടാവും, എന്തിലും. ഇന്നത് ചായപ്പൊടിയാണ്, ചായ സങ്കല്പിക്ക. ചായ വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ? എങ്ങനെ വിശ്വസിക്കും? ചായപ്പൊടിയാ കൂടുതൽ കളറാണ്, കളർ കിടന്നി കളയും. മനസ്സിലായില്ല? അങ്ങനെ നമുക്ക് വയറിൽ പറയാന്നല്ലാതെ ഒരു ക്ഷീണത്തിന് കുടിക്കാൻ പറ്റിയ സാധനം ചായ തന്നെയല്ലേ? ഒന്ന് പറയട്ട. അല്ല, എന്ത് ചെയ്യും? അല്ല, അറിയാ, വെറുതെ തൊള്ളോണ്ടൊക്കെ പലതും പറയാ.
അപ്പൊ എന്താ ചെയ്യണം പറഞ്ഞ് നടക്കരുത്. മനുഷ്യരാശിയുള്ള കാലത്തുള്ള അബദ്ധങ്ങൾ ഉണ്ടാവും. പടച്ചോൻ അവരെയൊക്കെ നന്നാക്കട്ടെ. അള്ളാഹു എല്ലാവരെയും അബദ്ധങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. സമുദായത്തെ പറയിപ്പിക്കുന്ന അബദ്ധങ്ങൾ ചാടാതെ എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. പ്രത്യേകിച്ച് മുന്നിൽ നിൽക്കുന്ന പണ്ഡിതന്മാർക്കും മറ്റും അബദ്ധങ്ങൾ വന്നാൽ അത് സമുദായത്തിന് തികച്ചും നാടക്കണായിരിക്കും. അള്ളാഹു അവരെ പ്രത്യേകിച്ച് കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് പടച്ചോന്റെ അടുത്ത് ശിക്ഷ ഒരിരട്ടിയാണെങ്കിൽ പണ്ഡിതന് രണ്ടിരട്ടിയാണ്. അള്ളാഹു കാക്കട്ടെ. എന്തുകൊണ്ട്? പണ്ഡിതൻ പിഴച്ചാൽ നാടാകെ പിഴക്കും. അള്ളാഹു കാക്കട്ടെ. പക്ഷെ ഇവിടെ നേരിലേക്ക് നയിക്കാൻ ആര് വേണം? പണ്ഡിതൻ തന്നെ വേണ്ടേ, അല്ലാതെ ബാക്കിയുള്ളവർക്ക് എന്ത് കഴിയും? അല്ല, എന്താ ചെയ്യേണ്ടാണ്? എന്ത് ചെയ്യും? എലിയെ കൊല്ലി പിടിച്ചിട്ട് കെണി വെച്ച് പിടിച്ച് കൊല്ലെന്നല്ലാതെ ഇല്ലം ചുട്ടിട്ട് എന്ത് കാര്യം? അല്ല, ഇല്ലം ചുട്ടാ എന്ത് ചെയ്യും? എലിയെ പേടിച്ച് ഇല്ലം ചുട്ടിട്ട് എന്ത് കാര്യം? എലിയെ കണി വെച്ച് പിടിക്ക്, ഇല്ലം ചുട്ടായി അവിടെ പാർക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ വേണം. അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, അത് പറയരുത് കുട്ടി. 750 കോടി എത്തി നിൽക്കുക മനുഷ്യരാശി. എന്തിലാ കള്ളന്മാരില്ലാത്തത്? എന്തിലല്ലാത്തത്? അല്ല, മന്ത്രിമാരിലില്ലേ കള്ളന്മാര്? അല്ല, മന്ത്രിമാരിലില്ലേ കള്ളന്മാര്? കള്ളന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്ന പണി നിർത്തിയാലോ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? ടെലികോം കുംഭകോണത്തിൽ പണ്ടൊരു മന്ത്രി കട്ട പൈസയുടെ എണ്ണം ഇങ്ങനെ അക്കം എഴുതിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ജഡ്ജിയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ചേംബറിൽ വീണുപോയി. അയാൾക്ക് വായിക്കാൻ കഴിഞ്ഞു. മനസ്സിലായില്ല. അത്ര കോടി റുപ്യ കട്ടു. മനസ്സിലായില്ല. ഒരു മന്ത്രി കട്ടു. എന്നിട്ട് വീണ്ടും ആ പാർട്ടി മത്സരിച്ചു. ഞങ്ങളെ മന്ത്രി കട്ടതുകൊണ്ട് ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനില്ല. അങ്ങനെ ഉണ്ടാ? അയാളെ മാറ്റി വെച്ചു എന്നല്ലാതെ അല്ല, അത്ര തന്നെയല്ലേ ഉള്ളൂ. അയാളെ മാറ്റി വെക്കണം. രാഷ്ട്രീയമില്ലെങ്കിൽ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ കോൺഗ്രസ് ഉണ്ടാവുന്നത്, ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നുണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവട്ടെ. കമ്മ്യൂണിസ്റ്റും ചില ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ചില ഉപകാരം നഷ്ടമില്ലേ ലാഭമില്ലേ എന്നുള്ളതല്ല, അവറേജ് എന്തെന്നല്ല. എന്നാൽ അതൊക്കെ ഒരു പൂന്തോട്ടത്തിൽ പലതും ഉണ്ടാവണ്ടേ? എല്ലാത്തിനെയും കൂടി തല്ലിക്കൊന്നാൽ എന്താ ഇവിടെ നോക്കി നടക്കുക? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ വളരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. വളരെ ചിന്തിക്കണം. ഓരോന്നും സമൂഹത്തിൽ ആവശ്യമാണ്. അപ്പൊ പണ്ഡിതന്മാർ അതില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ടാൻ കഴിയില്ല. ഒന്നിനും നിലക്കും മുന്നോട്ടാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവരുടെ കയ്യിലുള്ള അറിവ് അത്ര ആഴമുള്ള അറിവാണ്. അത് മനുഷ്യന് എല്ലാത്തിനും മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള നന്മ ചെയ്യുക, അപ്പോഴേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. വിജയിച്ചവരിൽപ്പെടുത്തട്ടെ. സമയം പറ്റേ വൈകി. ഞാനൊരു 10 നിർത്തിയിട്ട് സ്വലാത്തിൽ വന്ന് വിചാരിച്ചതാണ്. പിന്നെ അങ്ങനെ നിങ്ങളാരും പോയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അറിവ് നിലനിന്നില്ലെങ്കിൽ സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനിടയിൽ പലരും ഉണ്ടാവും. പണ്ഡിതന്മാരിലും മോശപ്പെട്ടവരുണ്ടാവും. എന്തിലും ഉണ്ടാവും. എന്തിനാ ഇല്ലാത്തത്? എന്തിലും ഉണ്ട്. പള്ളിയിലെ രാവിലെ 9 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ നല്ല ഉഷാറായി ടവലൊക്കെ മടക്കി തോളിലൊക്കെ ഇട്ട് വിചാരമായി താടിയൊക്കെ വെച്ച് അകത്തെ പള്ളി തുറക്കണം കൊല്ലാക്കയോട് പറഞ്ഞു. അപ്പം എന്തിനാ? എനിക്ക് പിന്നെ ളുഹാ നിസ്കരിക്കണം. അപ്പം നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല താടി, നല്ല ഉഷാറ്, നല്ല പത്രാസ്, ഇങ്ങനെ ഒന്ന് ഇത് ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ മുല്ലാക്കാക്കും വലിയ സന്തോഷമായി. എന്ത് ചെറുപ്പക്കാരൊക്കെ നന്നായല്ലോ, നല്ല കുട്ടികളായല്ലോ. വേഗം അകത്തെ പള്ളി തുറന്ന് കൊടുത്ത് പിന്നെ അദ്ദേഹം പിന്നെ പള്ളിയുടെ ബാക്ക് ഭാഗം മറ്റും അടിച്ച് വൃത്തിയാക്കാനും മൂത്രം വെള്ളം ഒഴിച്ച് കഴുകാനും ഒക്കെ പോയി. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് മുല്ലാക്ക തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആംപ്ലിഫയറിന്റെ മിക്കവാറും സാധനം ബാക്കിയില്ല. അതൊക്കെ ളുഹാ നിസ്കരിക്കാൻ വന്നോ കൊണ്ടുപോയി. അത് പള്ളിയിൽ ളുഹാ നിസ്കാരം നിർത്താൻ പറ്റും? മനസ്സിലായില്ല. എന്തിനാ ജനങ്ങളെ കള്ളന്മാരില്ലാത്ത? എന്തിനാ കള്ളന്മാരില്ലാത്ത? പള്ളിയിൽ എഴുതിയാക്കാൻ പറ്റുമോ? എന്ത് ഇവിടെ നീ നിസ്കാരം നിർത്തി വെച്ചിരിക്കുന്നു, വരുന്നവരൊക്കെ ആംപ്ലിഫയറും കൊണ്ട് പോവുകയാണ്. അതിനെന്ത് മാനുള്ളത്? മനസ്സിലായി? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തിനും കള്ളന്മാരുണ്ടോ? നമ്മൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്മക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഒരു കള്ളനുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ആൺകുട്ടി ഉണ്ടാവും. അവർ അതില്ലത്തിന് അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹി ലാ യഖാഫൂന ലൗമത ലായിം. ഞാനാണ് എന്ന് പറഞ്ഞ് ആൺകുട്ടികളെ പോലെ എണീറ്റ് നിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ്ട് എണീറ്റ് നിൽക്കും ആൺകുട്ടികൾ ഉണ്ട്. ഇനി ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും.
ഇസ്ലാമുലത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി അക്ബർ ചക്രവർത്തി വന്നല്ലോ. അക്ബറെ പോലെ ആരെയും ഒരു ആളുണ്ടായിരുന്നത് ഇവിടെ. മധ്യേഷ്യയിൽ നിന്ന് ഹിമാലയ സാനുക്കളും കടന്നു വന്ന മുഗളന്മാർ സ്ഥാപിച്ചതില് ഏറ്റവും വലിയ ജനകീയനായ രാജാവല്ലേ അക്ബർ. അയാൾ എന്ത് ചെയ്ത്? അയാൾ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ഒരു മതമുണ്ടാക്കി, ദീനെ ഇലാഹി. പണ്ഡിതന്മാരിൽ പലർക്കും എന്താ ചെയ്യാൻ അറിയാതെയായി. വെള്ളിയാഴ്ച ജുമാകളിൽ ദീനെ ഇലാഹിക്ക് വേണ്ടി ഖുത്ബ ഓതണമെന്ന് രാജാവിന്റെ കൽപ്പനയുണ്ടായി. പലരും ബേജാറായി ജോലി രാജിവെച്ചോടി. എന്ത് ചെയ്യും? അപ്പോഴാണ് കാബൂളിൽ നിന്നൊരു ആൺകുട്ടി വന്നത്, അഹ്മദുൽ ഫാറൂഖ് അസ്സറിഹി റളിയല്ലാഹു അൻഹു. ശരിയാക്കിയില്ലേ? അക്ബർ മാപ്പ് പറഞ്ഞില്ലേ? ഒരു ആൺകുട്ടി വന്നു, മഹാനായ അഹ്മദുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പറ, അദ്ദേഹമാണ് രണ്ടാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവ്. റളിയല്ലാഹു അൻഹു പറയാ, റളിയല്ലാഹു അൻഹു. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാമില്ല എന്താ വിചാരിച്ച്? അക്ബർ ദീന ഇലാഹിയുടെ ശീലങ്ങളും ഗ്രന്ഥങ്ങളും ചൂട്ടുകരിച്ച് കുട്ടി ഇങ്ങോട്ട് വന്നു. ആരടാ നീ ഇസ്ലാമിനെതിരെ പറയാൻ? ആരടാ നീ? ചോദ്യം ചോദിച്ചോ, മറുപടി പറയാൻ കഴിഞ്ഞില്ല അക്ബർ ആളുകൾക്ക്. അവർ മാളത്തിൽ ഒളിച്ചു. ഒരാൺകുട്ടി വന്നു കാബൂളിൽ നിന്ന്, മഹാനായ അഹ്മദുൽ ഫാറൂഖ് റളിയല്ലാഹു. അവർ ഇനിയും അഹ്മദുൽ ഫാറൂഖ്മാർ വരും. ഇബ്രാഹിം എന്നാണ്. അഗ്നി ഉണ്ടെങ്കിൽ നമ്രൂദ് ഉണ്ടാകും, നമ്രൂദ് ഉണ്ടെങ്കിൽ ഇബ്രാഹിമിന്റെ മക്കളുണ്ടാകും. അല്ലേ? പറ, അതുണ്ടാകും ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ ഒരു ആൺകുട്ടി, ഒരു ഇബ്രാഹിമിന്റെ കുട്ടി, ഒരു കുട്ടിയെ കിട്ടിയാൽ മതി. ഖിയാമത്ത് നാളിൻ്റെ ഉള്ളിൽ ഒരു മണിയൂരിലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഔലാദ് ഇബ്രാഹിമിൽ ഒന്നിനെ കിട്ടിയാലും നിങ്ങൾക്ക് മുതലായില്ലേ? നിങ്ങൾക്ക് മുതലായില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. കിട്ടും കിട്ടൂല എന്നാണ് വെറുതെ പറയാ, കിട്ടിയിരിക്കും. അള്ളാഹു നമുക്ക് തരും. ലോകത്തിന്റെ നാനാഭാഗത്തും എണീറ്റ് നിൽക്കും ഇൻഷാ അല്ലാഹ്. നമ്മളെ കുട്ടികൾ അമേരിക്കയിൽ പോയി അള്ളാഹിന്റെ ദീൻ പറയും. റഹ്മത്തുള്ളാഹിന്റെ കുട്ടികൾ, നബിയുടെ കുട്ടികൾ. ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ഒന്നും വെറുതെ പറയുന്ന അങ്ങനെ വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിന്റെ കുട്ടികൾ നാളെ വരും. നമ്മളൊക്കെ കുഴിമാടത്തിലേക്ക് പോയാലും ആൺകുട്ടികൾ വന്നിട്ട് അള്ളാഹുവിന് വേണ്ടി സംസാരിക്കും. അപ്പോൾ നമുക്ക് ഖബറിൽ സന്തോഷിച്ച് കിടക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ.